കയ്യിൽ നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടെന്നുള്ളതാണ് അക്യുപ്രഷർ ചികിത്സാ രീതിയിലെ പ്രധാന. ഇന്നത്തെ വനിതയിൽ അക്യുപ്രഷർ ചികിത്സാ രീതികളെ കുറിച്ച് ഏകദേശം 5000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപ്രഷർ. ഇന്ന് ഈ ചികിത്സാ രീതി സർവശിക്ഷ അഭിയാന്റെ കീഴിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും നടപ്പിലാക്കി വരികയാണ്, പ്രത്യേകിച്ചും വൈകല്യമുള്ള കുട്ടികളുടെ ഇടയിൽ. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നത്. അതിനായി നമ്മോടൊപ്പമുള്ളത് ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിലെ അധ്യാപകനും അതുപോലെ തന്നെ അക്യുപ്രഷർ തെറാപ്പിസ്റ്റുമായ സാം ആണ്. നമുക്ക് അദ്ദേഹത്തെ വനിതയിലേക്ക് സ്വാഗതം ചെയ്യാം. സാം, വനിതയിലേക്ക് സ്വാഗതം. സാം, ഇപ്പോൾ ഈ സർവശിക്ഷ അഭിയാന്റെ കീഴിലുള്ള അക്യുപ്രഷർ, അതായത് കുട്ടികൾക്കെല്ലാം ഒരു ചികിത്സാ രീതിയാക്കി മാറ്റിയിട്ടുണ്ടല്ലേ, എന്തുകൊണ്ടാണ് അത് ശരിക്കും ഒരു സ്കൂളുകളിൽ നിർബന്ധമാക്കിയത്? സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന വൈകല്യമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ അവരെ ഉദ്ദേശിച്ചാണ് ഈ ചികിത്സ കേരളത്തിലെ SSI നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമുള്ള മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, മെന്റലി ചലഞ്ചഡ് എന്ന് പറയുമ്പോൾ സെറിബ്രൽ പാൾസി, എപ്പിലെപ്സി, പഠന വൈകല്യമുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ SSI അക്യുപ്രഷർ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത്. ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ് ഇത് നടപ്പിലാക്കുന്നത്? 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും SSI പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടാണ് ഇത് പരിശീലിപ്പിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് SSI വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ അക്യുപ്രഷർ ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് 2-3 മാസം കൂടുമ്പോൾ ഇതിന്റെ ഫോളോ അപ്പ് വർക്കുകൾ ചെയ്യുകയും അപ്രകാരം വീട്ടിലിരുന്ന് അവരുടെ രക്ഷിതാക്കള് ഈ വൈകല്യമുള്ള കുട്ടികളെ അരമണിക്കൂർ വീതം രാവിലെയും വൈകിട്ടും അക്യുപ്രഷർ ചെയ്യുകയും 2-3 വർഷത്തെ ടാർഗറ്റ് ഇട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചു നേരമായിട്ട് അക്യുപ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പൊ കേൾക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ അടിത്തറ, അല്ലെങ്കിൽ എന്താണ് അക്യുപ്രഷർ എന്ന് അറിയാൻ നമുക്കൊരു കൗതുകമുണ്ട്. അപ്പൊ എന്താണ് ഈ അക്യുപ്രഷർ ചികിത്സാ രീതി? നമ്മുടെ ശരീരത്തിലെ ചില പോയിന്റുകളിൽ കൈവിരലുകൾ ഉപയോഗിച്ച് മർദ്ദം ചെലുത്തി മരുന്നുകളൊന്നുമില്ലാതെ രോഗങ്ങൾ ഭേദമാക്കുന്ന ഒരു അന്താരാഷ്ട്ര ചികിത്സാ സമ്പ്രദായമാണ് അക്യുപ്രഷർ. ഇത് അക്യൂസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ അക്യൂസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അക്യുപ്രഷർ എന്ന വാക്കിന്റെ ഉത്ഭവം. അക്യൂസ് എന്നാൽ സൂചി എന്നാണ് അർത്ഥം. അതുകൊണ്ട് അക്യുപ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി പോലെ തുളച്ചു കയറുന്ന പ്രഷർ എന്ന് അർത്ഥമാക്കാം. ഇപ്പൊ ചൈനയിൽ നിലവിലുണ്ടായിരുന്ന അക്യുപങ്ചറുമായിട്ട് ഈ അക്യുപ്രഷറിന് സാമ്യമുണ്ടോ? പഞ്ചറും അക്യുപ്രഷറും വളരെ സാമ്യമുള്ള ചികിത്സകളാണ്. അക്യുപഞ്ചറിൽ നാം സൂചി കൊണ്ട്, നേരിയ കനമുള്ള സൂചി കൊണ്ട് ശരീരത്തിൽ കടത്തിയാണ് ചികിത്സിക്കുന്നത്. എന്നാൽ അക്യുപ്രഷറിൽ ഈ പോയിന്റുകളിൽ സൂചിക്ക് പകരം നമ്മൾ കൈകൊണ്ട് തന്നെ മർദ്ദം കൊടുത്താണ് ചികിത്സിക്കുന്നത്. അക്യുപഞ്ചർ വിതൗട്ട് നീഡിൽ എന്ന് വേണമെങ്കിൽ അക്യുപ്രഷർ ചികിത്സയെ വിളിക്കാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് റിഫ്ലക്സോളജി. ഇപ്പൊ റിഫ്ലക്സോളജിയും അക്യുപ്രഷറും തമ്മിലൊരു ബന്ധം എന്താണ്? ലോകത്തുള്ള എല്ലാ പ്രഷർ ചികിത്സകളെയും പൊതുവായി വിളിക്കുന്ന പേരാണ് അക്യുപ്രഷർ. അക്യുപ്രഷറിന് വിവിധ ശാഖകളുണ്ട്. അതിൽ ഒന്നാണ് ഈ റിഫ്ലക്സോളജി. റിഫ്ലക്സോളജിയിൽ നമ്മുടെ ശരീരം കൈകളിലും കാലുകളിലും കണ്ണിലും സ്കള്ളിലും ഒക്കെ പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള സങ്കല്പങ്ങളാണുള്ളത്. ഇത് 2 കൈകളിലും കൂടി മനുഷ്യ ശരീരം മുഴുവനായും പ്രതിഫലിക്കുന്നു എന്ന് ഉള്ളതിനെ ബേസ് ചെയ്തുള്ളതാണ് ഹാൻഡ് റിഫ്ലക്സോളജി. അതുപോലെ ഫുഡ് റിഫ്ലക്സോളജിയിൽ നമ്മുടെ 2 കാൽപാദങ്ങളുടെ ചേർന്ന് വരുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും പ്രതിദാനം ചെയ്യുന്നു എന്നതാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ മറ്റ് പല ബ്രാഞ്ചസ് ഉണ്ട്. മെറിഡിയനോളജി, നമ്മൾ അക്യുപഞ്ചറിനെ പറ്റി പറയുമ്പോൾ മെറിഡിയനോളജിയിൽ ബേസ് ചെയ്താണ് അക്യുപഞ്ചർ ബേസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലൂടെ 14 മെറിഡിയൻസ് ഉണ്ട്. ഈ മെറിഡിയൻസിലുള്ള പോയിന്റുകളിൽ പ്രഷർ നൽകി ചികിത്സിക്കുന്ന രീതിയാണ് മെറിഡിയനോളജി ഉള്ളത്. അതുപോലെ ഒന്നാണ് ജാപ്പനീസ് ചികിത്സാ രീതിയായ ഷിയാറ്റ്സു. ഷി എന്ന് പറഞ്ഞാൽ വിരൽ, അറ്റ്സു എന്ന് പറഞ്ഞാൽ പ്രഷർ. ഷിയാറ്റ്സു എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രഷർ എന്ന് അർത്ഥമാക്കാം. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സമയത്തായിട്ട് പ്രചാരത്തിൽ വന്ന മറ്റൊരു ചികിത്സയാണ്, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി അടുത്ത സമയത്ത് വന്ന ഒരു അക്യുപ്രഷർ ചികിത്സാ രീതിയാണ് സുജോക്ക്. ഇത് ഒരു സൗത്ത് കൊറിയൻ ടെക്നിക്കാണ്. പ്രൊഫസർ പാർക്ക് ജെ വു എന്ന സയന്റിസ്റ്റ് ആണ് ഈ ചികിത്സാ രീതി വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹം നമ്മുടെ കൈകളിൽ
അതുപോലെ നമ്മുടെ ഓരോ വിരലിലും നമ്മുടെ മുഴുവൻ ശരീരമുണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ മൂക്കിലായാലും കണ്ണിലായാലും തലയിലാണേലും നമ്മുടെ മുഴുവൻ ശരീരവും പ്രദാനം ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് സുജോക്ക് അക്യുപ്രഷർ. അപ്പൊ ഇപ്പൊ ഇതിൽ ഏത് രീതിയാണ് താങ്കൾ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സർവശിക്ഷ അഭിയാന്റെ കീഴിൽ ഏത് രീതിയാണ് പിന്തുടരുന്നത്? ഞാൻ മുഖ്യമായും ഫോളോ ചെയ്യുന്നത് സുജോക്ക് രീതിയാണ്. സൗത്ത് കൊറിയൻ ടെക്നിക്കായിട്ടുള്ള സുജോക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിഫ്ലെക്സോളജിയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വലതുവശത്തുള്ള ശരീരത്തിലെ ശരീരഭാഗങ്ങളെ വലത് കൈയിലും ഇടത് ഭാഗത്ത് വരുന്ന ശരീരഭാഗങ്ങൾ ഇടത് കൈയിലുമായിട്ടാണ് മുഖ്യമായിട്ട് റിഫ്ലെക്സോളജിയിൽ വരുന്നത്. അപ്പം വലതുവശത്തുള്ള വലത് കിഡ്നിക്ക് അസുഖമുള്ള ഒരാൾക്ക് വലത് കൈയിലെ ഒരു പോയിന്റ് ആണ് കിഡ്നി റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയത്ത് സുജോക്കിലാണെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ ശരീരം ഉണ്ടെന്ന സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ ബാക്കില് കിഡ്നി പോയിന്റ്സ് വരും. ഒരു വിരലിൽ ശരീരം ഉണ്ടെന്ന സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ അതിലെ എല്ലാ വിരലുകളിലെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ ഒരു അവയവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ധാരാളം പോയിന്റുകൾ നമുക്ക് കിട്ടുകയും അതുകൊണ്ട് തന്നെ അസുഖം വരും. കിഡ്നി പ്രോബ്ലം ആണെങ്കിൽ ആ കിഡ്നിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെയധികം പോയിന്റുകൾ ഈ സുജോക്കിൽ കിട്ടുമെന്നുള്ളതാണ് ഈ സുജോക്ക് രീതിയുടെ മേന്മ. കൈ നമ്മളൊരു ഇതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോന്നിനും ഓരോ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടെന്നുള്ളതാണ് അക്യുപ്രഷർ ചികിത്സാ രീതിയുടെ പ്രധാന തത്വം. ഇത് കൊച്ചുകുട്ടികള് നമ്മൾ കണ്ണ് വരച്ച് കളിക്കും. ഈ കണ്ണന്റെ പോയിന്റ് വരും, വായ, മുക്ക്. ഇപ്പം തമ്പ് എന്ന് പറയുന്നത്, പെരുവിരൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ റെപ്രസെന്റ് ചെയ്യും. തമ്പ് ഈസ് ഹെഡ് എന്ന് പറയുന്ന വിവാദം. അപ്പൊ ഇവിടെ കണ്ണിന് അസുഖമുള്ള ഒരാൾക്ക് നമ്മുടെ ഈ കണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ കൈകളിലെ ഈ പോയിന്റുകളിൽ ഞെക്കുമ്പോൾ ഈ ഞെക്കുന്ന സ്ഥലത്ത് നല്ല വേദന കിട്ടും. അത് ഈ ഞെക്കുമ്പോഴുള്ള സാധാ വേദന അല്ലാതെ ഷൂട്ടിംഗ് പെയിൻ നമുക്ക് ഇവിടെ ലഭിക്കും. ഈ ഷൂട്ടിംഗ് പെയിൻ കിട്ടുന്ന ഈ പോയിന്റുകളിൽ നമ്മൾ ക്രമേണ മർദ്ദം ചെലുത്തുന്നതനുസരിച്ച് ഇവിടുത്തെ വേദന കുറഞ്ഞു വരികയും നമ്മുടെ ഈ വേദന കുറയുന്നതനുസരിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കുറയും. കണ്ണിന്റെ അസുഖങ്ങൾ പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മുമ്പ് ലഭിച്ചിരുന്ന ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാവില്ല. കണ്ണിന് അസുഖം ഉള്ള ആളിന് മാത്രമേ ഇവിടെ ഒരു പരിധിയിൽ കവിഞ്ഞ ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാവുള്ളൂ. കണ്ണിന് അസുഖം മാറുമ്പോൾ ഇവിടെ വേദന ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ചെവി വരുമ്പോൾ നമ്മുടെ സൈഡിലായിട്ട് വരും, ഇത് ചെവിയായിട്ട് വരും, ഇത് ത്രോട്ടായിട്ട് വരും. നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രത്തിന് മുകളിലുള്ള ഭാഗമാണ്. അപ്പം ഇവിടെ ശ്വാസകോശങ്ങൾ ഇവിടെ വരും. നമ്മള് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലതുവശം ഇതിന്റെ വലതുവശമായിരിക്കും. അപ്പം വലത് കണ്ണിന് അസുഖമുള്ള ഒരാൾക്ക് ഈ വലതുവശത്തായിട്ട് ഞെക്കുമ്പോഴാണ് വേദന എടുക്കുന്നത്. ഇപ്പൊ ഇടത് ഇവിടെ വരും. വലത് ചെവി വരുമ്പോൾ വലത് ചെവി സൈഡിലായിട്ട് രണ്ട് നഖത്തിന്റെയും ഇരുവശങ്ങളിലുമായിട്ട് നമ്മുടെ ചെവി വരും. ഇത് ത്രോട്ട്, ഇത് ലങ്സ്, ഇവിടെയായിട്ട് ഹാർട്ട് വരും. ഇത് നമ്മുടെ ബ്രെയിനിനെ റെപ്രസെന്റ് ചെയ്ത് ഈ പോർഷൻ നമ്മുടെ ഫ്രണ്ട് ബ്രെയിനെ ഈ പോർഷനിൽ വരും. നഖവും നഖത്തിന്റെ പുറകിലുള്ള ഭാഗങ്ങളും നമ്മുടെ ബാക്ക് ബ്രെയിനിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി കഴുത്തിന് വേദനയുള്ള ഒരാൾക്ക് സർവിക്കൽ 1 to 7 പ്രോബ്ലം ഉള്ള ആളിനാണെങ്കിൽ ഇതിൽ ഏതിലും പോകാത്താണെങ്കിൽ ഈ കൈയുടെ മടക്കില് ഒന്നാമത്തെ മടക്ക് മുതൽ രണ്ടാമത്തെ മടക്ക് വരെയുള്ള ഭാഗങ്ങളിൽ 1 മുതൽ 7 വരെയുള്ള വെർട്ടിബ്ര പ്രദാനം ചെയ്യും. അപ്പം ഇതിനെ നമ്മൾ 7ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വെർട്ടിബ്രയിലാണോ നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത് ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഈ ഞെക്കുന്ന സ്ഥലത്ത് നല്ല വേദന കിട്ടും. പിന്നെ നമ്മുടെ കൈയും നമ്മുടെ ശരീരവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ ഇത് ഉടലായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 5 ഭാഗങ്ങളുണ്ട്. ഇപ്പം രണ്ട് കൈ, രണ്ട് കാല്, തലയായിട്ട് വരുമെങ്കിൽ നിലത്ത് മുട്ടുന്ന 2 വിരലുകൾ കാലിനെ അപ്പൊ സ്വാഭാവികമായിട്ടും 2 കൈകള് ഇത് 2 കൈകളായിട്ട് വരും, ഇത് തലയായിട്ട് വരും, ഇത് ഇങ്ങനെ സ്പൈനായിട്ട് വരും.